ജൂൺ 18 വിശുദ്ധരായ മാർക്കസും മർസലിയനും രക്തസാക്ഷികൾ. AD 286 റോമിൽ വച്ച് കൊല്ലപ്പെട്ടു. AD 286 ഡയോക്ലേഷ്യൻ ചക്രവർത്തിയായപ്പോൾ വിജാതിയർ മതപീഡനം അഴിച്ചുവിടുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനും കൊല്ലുവാനും ആരംഭിച്ചു. വിജാതീയ മാതാപിതാക്കളായ ട്രാൻഗ്വിലനസും മാർട്ടിയയും യൗവനപ്രായത്തിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച തങ്ങളുടെ ഇരട്ടക്കുട്ടികളായ മാർക്കസിനെയും മർസലിയനെയും കാണുവാനായി ജയിലിൽ അവരുടെ ഭാര്യമാരോടും കൊച്ചുകുഞ്ഞുങ്ങളോടുമൊപ്പം എത്തി. ക്രിസ്തീയ വിശ്വാസം ഒഴിവാക്കുവാൻ അവർക്ക് 30 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. വിശുദ്ധ സെബാസ്റ്റ്യൻ അവരെ ജയിലിൽ സന്ദർശിക്കുകയും അവർ സ്വീകരിച്ച ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് പിന്തിരിയരുതെന്ന് അവരെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. റോമിൽ അർഡിറ്റൈൻ റോഡിൽ ഡയോക്ലേഷ്യൻ്റെ പീഡന കാലഘട്ടത്തിൽ ജഡ്ജി ഫാബിയൻ്റെ കൽപ്പന പ്രകാരം ഇരട്ട സഹോദരന്മാരെ സ്തംഭത്തിൽ കെട്ടിയിട്ടു. അവരുടെ പാദങ്ങൾ പലകയിൽ വെച്ച് ആണിയടിക്കപ്പെട്ട നിലയിൽ ഒരു പകലും ഒരു രാത്രിയും കിടന്നു. അടുത്ത പകലിലും ആ സഹോദരന്മാർ വിശ്വാസം ഒട്ടും ചോരാതെ സത്യദൈവമായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ പ്രകോപിതരായ അധികാരികൾ കുന്തങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ കുത്തിക്കയറ്റി അവരെ കൊല്ലുവാൻ ഉത്തരവിട്ടു. മക്കളായ മാർക്കസിൻ്റെയും മർസലിയൻ്റെയും അവരുടെ പിതാവായ വിശുദ്ധ ട്രാൻഗ്വിലനസിൻ്റെയും മൃതദേഹങ്ങൾ 9-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ കോസ്മാസ് ആൻഡ് ഡാമിയൻ ചർച്ചിലേക്ക് മാറ്റപ്പെട്ടു. രക്തസാക്ഷിയായ മാർപ്പാപ്പ ഫെലിക്സ് രണ്ടാമൻ്റെ ശവകുടീരത്തിനോടടുത്തുള്ള കുടീരത്തിൽ ഈ വിശുദ്ധരുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തു. സ്പെയിനിലെ ബഡാജോസ് നഗരം വലിയ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വിശുദ്ധരായ മാർക്കസിൻ്റെയും മർസലിയൻ്റെയും മധ്യസ്ഥതയിലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയും ഇന്നും അവരോടുള്ള ബഹുമാനാർത്ഥം തിരുനാൾ നടത്തുകയും ചെയ്യുന്നു. വചനം റോമ 12-ാം അധ്യായം 17-18 വാക്യങ്ങൾ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. വിചിന്തനം. വിശുദ്ധരായ മാർക്കസും മാർസലിയനും 2 പകലും ഒരു രാത്രിയും കാലിൽ ആണിയടിക്കപ്പെട്ട നിലയിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. എവിടെ നിന്നാണ് അവർക്ക് അത്രയും വലിയ വിശ്വാസവും സഹനശക്തിയും ലഭിച്ചത്? അത് തീർച്ചയായും വേദനകൾ അനുഭവിക്കുമ്പോഴും മരണത്തെ നേരിടുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അവയെ സ്വാഗതം ചെയ്യുന്ന മറ്റ് ക്രിസ്ത്യാനികളുടെ ധീരമായ നടപടിയെ കണ്ടുകൊണ്ട് മാത്രമായിരുന്നിരിക്കാം. ആ സ്നേഹം അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ ആ സഹോദരന്മാർ തങ്ങൾക്കുണ്ടായ വേദനകളെയും സ്വീകരിക്കുവാൻ മനസ്സ് നേടിയത് വിശുദ്ധ സെബാസ്റ്റ്യനെ പോലെയുള്ളവരുടെ സന്ദർശനവും ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും പകർന്നു കൊടുക്കപ്പെട്ടപ്പോഴാണ്. ആഴമേറിയ ദൈവസ്നേഹം നമുക്കും പകർന്നു തരുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം.